ഹായ് ഹലോ ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിരിക്കുന്നോ? ഇന്ന് ഒരു പുതിയ വർഷം തുടങ്ങുകയാണ്. അപ്പം ഞാൻ വിചാരിച്ചു നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾക്ക് മനസ്സമാധാനം, സന്തോഷം, സമ്പത്ത് ഇതൊക്കെയാണല്ലോ വേണ്ടേ. അപ്പം നിങ്ങൾക്കത് കൊണ്ടുതരാൻ പറ്റുന്ന ഒരു പ്ലാന്റിനെ പറ്റി തന്നെ ഇന്ന് പറയാമെന്ന്. ആദ്യമായിട്ടാണോ എൻ്റെ ചാനൽ കാണുന്നത്? അങ്ങനെയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ കേട്ടോ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണൂടെ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോ പെട്ടെന്ന് നിങ്ങളിലേക്ക് എത്തും. പിന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു, എന്നെ ഇഷ്ടപ്പെട്ടു എന്ന് എനിക്ക് മനസ്സിലാക്കാം. പിന്നെ നിങ്ങൾ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇനി എന്താ വേണ്ടത്, ഇനി എന്തിനെ പറ്റിയാണ് ഞാൻ സംസാരിക്കേണ്ടത് എന്നൊക്കെ എനിക്ക് മനസ്സിലാക്കാം. അപ്പം എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യല്ലോ അല്ലേ. അപ്പം നമുക്ക് നോക്കാം എങ്ങനെയാണ് നിങ്ങളുടെ വീട്ടിലേക്ക് ലിക്ക് വരിക, നിങ്ങൾക്ക് എങ്ങനെയാണ് മനസ്സമാധാനവും ആരോഗ്യവും സന്തോഷവും ഒക്കെ ഉണ്ടാവുക നോക്കാം. അതിനുവേണ്ടി ഞാനിന്ന് പറയുന്നത് ലക്കി പ്ലാന്റ്സിനെ പറ്റിയാണ്. ഇത് ഒരു അടിപൊളി പ്ലാന്റാണ്. ചൈനയിലെ വാസ്തുപ്രകാരം ഇത് നമ്മളിലേക്ക് ധനം ആകർഷിക്കാനുള്ളൊരു പ്രത്യേക കേപ്പബിൾ ആയിട്ടുള്ളൊരു പ്ലാന്റാണ്. അങ്ങനെ ഒരു കപ്പാസിറ്റി ഉണ്ട് ഈ പ്ലാന്റിന്. ധനത്തെ ആകർഷിച്ച് നമ്മളെ വീട്ടിലേക്ക് ധനം കൊണ്ടുവരും എന്നാണ് അവർ പറയുന്നത്. അവർ ഷാൻഷൂയി പ്രകാരം, അവരുടെ വിശ്വാസപ്രകാരം ധനം വേഗം തന്നെ ആകർഷിക്കപ്പെടുന്ന ഒരു പ്ലാന്റാണ് ഈ ലക്കി ബാമ്പു. ഇത് വലിയ രീതിയിലാണ് അവർ കൃഷി ചെയ്യുന്നത്. നമ്മളെ നാട്ടിലൊക്കെ നമ്മൾ പച്ചക്കറിയും നെല്ലും ഒക്കെ കൃഷി ചെയ്യുന്നില്ലേ, ആ രീതിയിലാണ് ചൈനയിലുള്ളവരും തായ്ലൻഡും ഒക്കെ വ്യാവസായികമായി ഇത് കൃഷി ചെയ്യുന്നത്. എന്നിട്ട് അവർ തന്നെയാണ് ഇന്ത്യയിലേക്ക്, നമുക്കിവിടെ ഇത് വളർത്തുന്നുണ്ട് കേട്ടോ ആൾക്കാർ, എന്നിരുന്നാലും വ്യാവസായികമായൊന്നും നമ്മൾ ഈ ബാമ്പു പ്ലാന്റ് കൃഷി ചെയ്യുന്നില്ല. അവർ തന്നെയാണ് അമേരിക്കയിലേക്കും ഓസ്ട്രേലിയയിലേക്കും ലണ്ടനിലേക്കും എല്ലാ സ്ഥലത്തിലേക്കും ഈ ബാമ്പു എത്തിക്കുന്നത്. അപ്പോൾ ഇത് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളിലേക്ക് ഒരുപാട് പോസിറ്റീവ് കാര്യങ്ങൾ വരും. പിന്നെ ഇത് നല്ലൊരു എയർ പ്യൂരിഫിക്കേഷൻ പ്ലാന്റാണ്. അപ്പം നമുക്ക് ഇത് ഇൻഡോറായിട്ടും ഔട്ട്ഡോറായിട്ടും സെറ്റ് ചെയ്യാം. നമ്മൾ അകത്താണ്, പിന്നെ ബെഡ്റൂമിലൊന്നും കയറ്റി വെക്കരുത് കേട്ടോ. ബെഡ്റൂമിൽ ഈ പ്ലാന്റ് വെക്കാനേ പാടില്ല. ബെഡ്റൂം അല്ലാത്ത നിങ്ങൾ ഏത് സ്ഥലത്ത് വേണമെങ്കിലും ഈ പ്ലാന്റ് വെക്കാം. ശരിക്കും പറയുകയാണെങ്കിൽ അവർ വാസ്തുപ്രകാരം പറയുന്നത് നമ്മുടെ വീടിൻ്റെ കിഴക്ക് ഭാഗത്തോ തെക്ക് കിഴക്ക് ഭാഗത്തോ ഈ പ്ലാന്റ് സെറ്റ് ചെയ്യാനാണ് പറയുന്നത്. അപ്പം ഇനി നിങ്ങൾക്ക് ആ കാര്യത്തിൽ വിശ്വാസം ഇല്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഇപ്പം ഞാൻ ഒരു അലങ്കാര ചെടി എന്നുള്ള രീതിയിലും കാണാൻ നല്ല ഭംഗിയുള്ള എപ്പോഴും പച്ചപ്പുള്ള വലിയ കെയറിങ് ഒന്നും കൊടുക്കാത്ത ഒരു പ്ലാന്റ് എന്നുള്ള രീതിയിലാണ് ഈ പ്ലാന്റിനെ വളർത്തുന്നത്. ആ രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാം. പക്ഷെ ഞാനിത് പോട്ടിലാക്കിയിട്ട് അകത്തും ബോട്ടിലാക്കിയിട്ട് 2-3 സ്ഥലത്തും വെച്ചിട്ടുണ്ട്. അത് എനിക്ക് ഇത് കെയർ ചെയ്യാൻ വളരെ സിമ്പിളായതുകൊണ്ടാണ്. പക്ഷേ എന്നിലേക്ക് അഭിവൃദ്ധി വരുന്നുണ്ടെങ്കിൽ അതും നമുക്ക് സന്തോഷം തന്നെ, മനസ്സിലായില്ലേ? അപ്പം നിങ്ങൾക്ക് വിശ്വാസം വേണമെങ്കിൽ, വിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തെക്ക് കിഴക്കോ കിഴക്ക് ഭാഗത്തോ വെക്കാം. ഇനി അതല്ല നിങ്ങൾക്ക് മണ്ണിലൊക്കെ നടാൻ ബുദ്ധിമുട്ടാണ്, മടിയാണ് ആണെങ്കിൽ നിങ്ങളൊരു പോട്ടിലാക്കിയിട്ട് വെള്ളത്തിലിട്ട് വെക്കൂ. നല്ല ഭംഗിയാണ് ഈ പ്ലാന്റ് കാണാൻ. വെള്ളത്തിലിട്ട് വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ 1 മാസമൊക്കെ കഴിഞ്ഞാൽ വെള്ളം മാറ്റി കൊടുക്കണം. വെള്ളം മാറ്റി കൊടുക്കുമ്പോൾ ഇതിൻ്റെ തണ്ടും, ഇത് കല്ലെങ്ങാനും നിങ്ങൾ ഇടുന്നുണ്ടെങ്കിൽ ആ കല്ലൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് ഇട്ട് കൊടുക്കുക കേട്ടോ. അല്ലെങ്കിൽ ബാക്ടീരിയ ഇൻഫെക്ഷൻ കാരണം പ്ലാന്റിന് തണ്ടിന് പ്രശ്നം വരും. അതുകൊണ്ട് നിങ്ങൾ വെള്ളത്തിലാണ് വെക്കുന്നതെങ്കിൽ 1 മാസം കൂടുമെങ്കിലും വെള്ളം മാറ്റാൻ നോക്കണം കേട്ടോ. പിന്നെ നല്ലൊരു പ്ലാന്റാണ് കേട്ടോ ഇത്. ഇതെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ധനാത്മക ഊർജ്ജത്തിനെ ആഗിരണം ചെയ്തിട്ട് നമ്മളിലേക്ക് ധനം എത്തിക്കും എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പം ഇത് പലർക്കും സെറ്റ് ചെയ്യുന്നതിൽ തന്നെ ഒരുപാട് വെറൈറ്റികൾ ഉണ്ട്. പല പല മോഡലിൽ ഇത് സെറ്റ് ചെയ്തിട്ട് ഇപ്പം പല പല ഷോപ്പിൽ അവൈലബിൾ ആണ്. ഇതിൽ തന്നെ ഇത് വെക്കുന്നതിനും ഇതിന് പ്രത്യേകതയുണ്ട്. ഇത് 2 എണ്ണം വെക്കുക, 3 എണ്ണം വെക്കുക. അപ്പം 4 എണ്ണം വെക്കുക എന്ന് പറയുന്നവരും 4 എണ്ണം വെക്കരുതെന്ന് പറയുന്നവരുമുണ്ട്. ഇപ്പം 4 എണ്ണം വെച്ചാൽ പ്രണയത്തെയാണ് സൂചിപ്പിക്കുന്നതും ഒരു വിഭാഗം പറയുന്നുണ്ട്. 4 എണ്ണം മീൻസ് 4 തണ്ടുകൾ കേട്ടോ. 4 എണ്ണം വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡെത്തിനെയാണ് സൂചിപ്പിക്കുന്നത്. 4 എണ്ണം വെക്കരുതെന്ന് പറയുന്നവരുമുണ്ട്. അപ്പം നമ്മളെ സംബന്ധിച്ച് നമുക്ക് ഒരു പ്ലാന്റ് തന്നെ ധാരാളമാണല്ലോ. അപ്പം നമുക്ക് ഒരു പ്ലാന്റ് വെക്കാം അല്ലേ. ഇങ്ങനെ 2-3 അഭിപ്രായമുള്ള കാര്യം നമ്മൾ എടുക്കണ്ട അല്ലേ. പിന്നെ ഈ പ്ലാന്റ് ഞാൻ വെക്കാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിന് വലിയ കെയറിങ് വേണ്ട. അപ്പോൾ നമ്മളെ വീട്ടിലെ ഒരു പ്ലാന്റിന് എന്നും വെള്ളം കൊടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ എല്ലാവർക്കും സാധിക്കില്ല. അപ്പോൾ ഇതിന് 2-3 ദിവസം കൊടുക്കുമ്പോൾ വെള്ളം കൊടുത്താൽ മതി. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് കെയർ ചെയ്യാൻ സിമ്പിളായതുകൊണ്ടാണ് ഞാൻ ഈ പ്ലാന്റ് വെച്ചത്. പിന്നെ സൺലൈറ്റ്, ഇതിന് ഡയറക്റ്റ് സൺലൈറ്റ് പറ്റില്ല കേട്ടോ. നല്ല രീതിയിൽ വെളിച്ചം വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ ഇലകൾക്ക് മഞ്ഞ കളർ വരുന്നുണ്ട്. അപ്പോൾ ഇൻഡയറക്റ്റ് സൺലൈറ്റ് മതി. ഇനി ഞാൻ പറഞ്ഞില്ല, നിങ്ങൾ
അകത്തൊക്കെ വെക്കുകയാണ്. നിങ്ങൾ അകത്തൊക്കെ ഈ പ്ലാന്റ് വെക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ സൺലൈറ്റ് തീരെ ഇല്ല, ഒരു ഒരു ക്ഷീണം പോലെ പ്ലാന്റിന് തോന്നുന്നുണ്ടെങ്കിൽ, ഈ ലീഫൊക്കെ ഒരു എനർജി ഇല്ലാത്ത പോലെയാണ് തോന്നുന്നതെങ്കിൽ, ഒന്നെങ്കിൽ നിങ്ങളത് 1-2 ദിവസം പുറത്തെടുത്ത് വെച്ചിട്ട് വീണ്ടും അകത്തേക്ക് എടുത്ത് വയ്ക്കുക. അതല്ലെങ്കിൽ അത്യാവശ്യം വെയിലൊക്കെ വരുന്ന ജനലിൻ്റെ സൈഡൊക്കെ ഉണ്ടാവില്ലേ, ഇപ്പോൾ വിൻഡോസ് ഓപ്പൺ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ജനലിൻ്റെ അവിടേക്ക് വെളിച്ചം വരുന്ന അവിടേക്കൊക്കെ വെച്ച് കൊടുത്തിട്ട് ഈ പ്ലാന്റ് നല്ല എനർജി ആക്കി എടുക്കണം കേട്ടോ. പിന്നെ നിങ്ങൾ ബോട്ടിലൊക്കെ ഈ വെള്ളം വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മളിപ്പോൾ ബോട്ടിലൊക്കെ വെക്കുമ്പോൾ നമുക്ക് ധനാകർഷണം ഉണ്ടായാൽ നല്ലതാണല്ലോ. അപ്പോൾ ക്ലോറിൻ വെള്ളം എടുക്കരുത് കേട്ടോ. നിങ്ങൾ വേണമെങ്കിൽ സാധാ വെള്ളം, അതേപോലെ പ്യൂരിഫൈഡ് ആയിട്ടുള്ള വെള്ളങ്ങളില്ലേ, നമ്മൾ ഫിൽട്ടർ ചെയ്ത വെള്ളം, അങ്ങനത്തെ വെള്ളമൊന്നും ഉപയോഗിക്കാതിരിക്കുക കേട്ടോ. സാധാ വെള്ളം മാത്രം എടുത്തിട്ട് ഇത് കട്ട് ചെയ്തിട്ട് വെക്കുക കേട്ടോ. അപ്പോൾ 2 എണ്ണമാണ് നിങ്ങൾ വെക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് നല്ല അഭിവൃദ്ധിയാണ് വരിക. 3 എണ്ണമൊക്കെയാണ് വെക്കുന്നതെങ്കിൽ സമൃദ്ധി, ഉദ്യോഗം, ഭാഗ്യം ഒക്കെ കിട്ടും. പിന്നെ 2 എണ്ണമൊക്കെ വെച്ചിട്ട് ഗിഫ്റ്റായിട്ട് റെഡ് ഒരു റിബണിൽ ഇങ്ങനെ കിട്ടിയിട്ടൊക്കെ ലവ് ചെയ്യുന്ന ആൾക്കാർക്ക്, ഇപ്പോൾ ലവേഴ്സിനൊക്കെ ഗിഫ്റ്റായിട്ട് കൊടുത്താലൊക്കെ ഭയങ്കര അവരുടെ ലവ് ഒക്കെ ഭയങ്കര സ്ട്രോങ് ആയിട്ട് വരും എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ 3 തണ്ടാണെങ്കിൽ മനസ്സമാധാനം, സമ്പത്ത്, ആയുസ് അങ്ങനെയൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എത്ര തണ്ടാണോ കിട്ടുന്നത് അതിനനുസരിച്ച് ചെയ്യാം. ശരിക്കും പറഞ്ഞാൽ ഈ പ്ലാന്റ് ഒരു 5 എലമെൻറ്റ്സ് ആയിട്ട് ബന്ധപ്പെട്ടതാണെന്നൊക്കെ പറയുന്നത്, ഭൂമി, വായു, ആകാശം അങ്ങനെയൊക്കെ. അപ്പോൾ ഈ റെഡ് റിബൺ കെട്ടുന്നതൊക്കെ അഗ്നിനെയാണ് സൂചിപ്പിക്കുന്നതെന്നൊക്കെയാണ് പറയുന്നത്. എന്തായാലും വീട്ടിലും ഓഫീസിലും ഒക്കെ വെച്ചാൽ വളരെ നല്ലതാണ്. ഒരുപാട് ആൾക്കാർ പറയുന്നുണ്ട് നല്ല മാറ്റമുണ്ട് ഞങ്ങളുടെ ലൈഫിന് എന്ന്. അപ്പോൾ അങ്ങനെ ആൾക്കാർ പറയുന്നുണ്ടെങ്കിൽ എന്തോ ഒരു കാര്യം ഇല്ലാതിരിക്കുമോ. അപ്പോൾ നിങ്ങൾക്കും ഈ 2025 നല്ലതാവണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അപ്പോൾ നിങ്ങൾക്കിലൊക്കെ ആർക്കെങ്കിലുമൊക്കെ എന്തെങ്കിലും ഒരു മാറ്റം ലൈഫിൽ വന്നാൽ, ഒരു അഭിവൃദ്ധി വന്നാൽ നമുക്ക് എല്ലാവർക്കും സന്തോഷമല്ലേ. അപ്പോൾ അങ്ങനെ താല്പര്യമുള്ളവർ ഇത് വാങ്ങി വെക്കുക. പിന്നെ ഹെൽത്ത് പ്രോബ്ലം ഒന്നും കിഴക്ക് ഭാഗത്തൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ ആർക്കും ഹെൽത്ത് പ്രോബ്ലം ഒന്നും വരില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ആരോഗ്യം തന്നെയാണല്ലോ വേണ്ടത്. അപ്പോൾ ഹെൽത്തിന് എന്തെങ്കിലും വിഷയം വന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും സങ്കടമല്ലേ. അപ്പോൾ അങ്ങനെ വാങ്ങി വെക്കാനാണ് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത്. കാരണം എല്ലാവർക്കും ഒരു അഭിവൃദ്ധി ഉണ്ടാവട്ടെ എന്ന് വിചാരിച്ചാണ് ന്യൂ ഇയർ ആയിട്ട് ഈ വീഡിയോ ചെയ്ത്. പിന്നെ നമ്മളിത് കട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, വളർത്തുന്നത് നമ്മൾ പുതിയ പോട്ടിലേക്ക് നടുമ്പോൾ ഇതിൻ്റെ പീസ് കട്ട് ചെയ്തിട്ട് വെക്കുക. അപ്പോൾ കുറേ ദിവസത്തേക്ക് പുതിയ ഇലകളൊന്നും വരുന്നതായിട്ട് കാണില്ല കേട്ടോ. അപ്പോൾ നമ്മൾ വിചാരിക്കില്ല ഇതെന്താ ഇത് വളരാത്തതെന്ന്, ഒന്നും വിചാരിക്കേണ്ട. ഇത് ഈ പ്ലാന്റ് എങ്ങനെയാണ് വരിക എന്ന് വെച്ചാൽ പുതിയ ഇലകളായിട്ട് അങ്ങനെ വരികയല്ല. ചിലപ്പോൾ ഇത് വളരെ അപൂർവമായിട്ട് അങ്ങനെ ഇലകൾ വരും, എന്നാലും പുതിയൊരു തളിർപ്പായിട്ട് ഒരു പുതിയ പ്ലാന്റ് ഇങ്ങനെ വരില്ലേ, അതുപോലെയാണ് ഈ പ്ലാന്റ് വരിക. പിന്നെ യാഥാർത്ഥ്യത്തിലുള്ള ബാമ്പു ഇല്ലേ, നമ്മളെ ശരിക്കുള്ള ബാമ്പുമായിട്ട് ഇതിനൊരു ബന്ധവുമില്ല കേട്ടോ. ആ ബാമ്പു ഈ ബാമ്പുവും കണക്റ്റഡ് ആണെന്നൊന്നും വിചാരിക്കും. ഇതൊരു അലങ്കാര ചെടിയായിട്ട് തന്നെ വരുന്ന ഒരു പ്ലാന്റാണ് കേട്ടോ. നല്ലൊരു പ്ലാന്റാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ലൊരു പ്ലാന്റാണ്. പിന്നെ ലൈറ്റ് പച്ച കളറിലും ഡാർക്ക് പച്ച കളറിലും വരുന്നുണ്ട്. വലിയ നനയും കാര്യങ്ങളും ഒന്നും വേണ്ട, കെയർ ഒന്നും അത്ര കൊടുക്കണ്ട. നിങ്ങൾക്ക് പ്ലാന്റായിട്ട് വീട്ടിലൊരു പ്ലാന്റ് വെക്കുകയും ചെയ്യുക, കെയറും ചെയ്യേണ്ട. ലക്കും വരുന്നുണ്ടെങ്കിൽ വളരെ നല്ലതല്ലേ. പ്ലാന്റ്സിനോട് ഇഷ്ടമല്ലാത്ത ഒരാളാണെങ്കിൽ പോലും നിങ്ങൾ ഈ പ്ലാന്റ് വാങ്ങി വെക്കണം കേട്ടോ. ഈ 2025 നിങ്ങൾക്ക് വളരെ നല്ലതാവട്ടെ. ഒരു 8 എണ്ണമൊക്കെ വെച്ച് കഴിഞ്ഞ് ഒരുമിച്ച് ഇങ്ങനെ റെഡ് റിബണിൽ കെട്ടി ഒരു വെള്ളത്തിലാണ് കേട്ടോ നമ്മൾ ഇട്ട് വെക്കേണ്ടത്. എന്നിട്ട് വേണമെങ്കിൽ അതിൽ നമുക്ക് ഒരു ലോഹ നാണയം ഇടാം, വേണമെങ്കിൽ ഒരു കല്ലുകളില്ലേ, കുറച്ച് കുഞ്ഞി സ്റ്റോൺസ് ഇല്ല, അതൊക്കെ ഇട്ട് കൊടുക്കട്ടോ. അതൊക്കെ ഉദ്ദേശിക്കുന്നത് വെള്ളത്തിൽ ഇങ്ങനെ കല്ലിടുമ്പോൾ അത് ഭൂമിനെയൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. റെഡ് റിബൺ ആകുമ്പോൾ അത് അഗ്നിയൊക്കെയാണ് സൂചിപ്പിക്കുന്നത്. വളരെ നല്ലതാണ് കേട്ടോ. നിങ്ങൾക്ക് വാങ്ങിച്ച് വെക്കാൻ പറ്റുകയാണെങ്കിൽ എന്തായാലും വാങ്ങിച്ച് വെക്കണം. ഇപ്പോൾ ഒരു 8 തണ്ടൊക്കെ ഉണ്ടെങ്കിൽ അത് അത്രയും ഉന്നതിയിലേക്ക് നമ്മൾ വരും എന്നാണ് പറയുന്നത്. 5-9 തണ്ട് അങ്ങനെ അധികം ആരും വെക്കാറില്ല. ഏറ്റവും കൂടുതൽ ആൾക്കാർ വെക്കുന്നത് 2 തണ്ട്, 21 തണ്ട്, 8 തണ്ട് എന്നൊക്കെയാണ്. ഇപ്പോൾ ചൈനയിലുള്ള ആൾക്കാർ 8 തണ്ടിനെയാണ് പ്രത്യേകമായിട്ട് പറയുന്നത്. കാരണം 8 ലക്കി നമ്പർ എന്നാണ് ചൈനയിലുള്ള ആൾക്കാർ പറയുന്നത്. അപ്പോൾ 8 തണ്ട് ഒരുമിച്ച് വെക്കാൻ പറ്റുകയാണെങ്കിൽ ഏറ്റവും അവർ സജസ്റ്റ് ചെയ്യുന്നത് 8 തണ്ട് നിങ്ങൾ വെക്കണം എന്നാണ്. ഇനി നിങ്ങൾക്ക് 1 തണ്ടാണ് വെക്കാൻ പറ്റുന്നതെങ്കിൽ അങ്ങനെ 5 തണ്ട് വരെ ആളുകൾ ഓൾമോസ്റ്റ് എല്ലാവരും വെക്കുന്നുണ്ട്. നിങ്ങൾക്ക് എത്ര തണ്ട് പറ്റുമോ അത്രയും ചെയ്യുക. 4 തണ്ട് ഒഴിവാക്കുക, ഡെത്ത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമുക്കതിൻ്റെ ശരിയായ വശം അറിയില്ല, 2 അഭിപ്രായമുണ്ട്. അപ്പോൾ 4 തണ്ട് ഒഴികെ ബാക്കി എത്ര തണ്ടാണോ നിങ്ങൾക്ക് കിട്ടാവുന്ന ആ തണ്ട് വെച്ചിട്ട് നിങ്ങൾ ചെയ്ത് നോക്കൂ കേട്ടോ.
ഇത് നടുന്നുണ്ടെങ്കിൽ ഇനി മുറ്റത്ത് നിങ്ങൾ നടുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത് ഇൻഡോറായിട്ടും ഔട്ട്ഡോറായിട്ടും വെക്കാൻ പറ്റുന്ന നല്ലൊരു പ്ലാന്റാണ്. അപ്പോൾ നിങ്ങൾ മുറ്റത്ത് നടുകയാണെങ്കിൽ നിങ്ങൾക്ക് മണ്ണിൽ വേണമെങ്കിൽ നടാം, അതല്ലെങ്കിൽ നിങ്ങൾക്ക് പോട്ടിൽ നടാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ നടാം. നടുമ്പോൾ പോട്ടി മിക്സ് ആയിട്ട് നിങ്ങൾ വെള്ളം വാർന്ന് പോകണം, അല്ലെങ്കിൽ ഇതിൻ്റെ തണ്ട് ചീഞ്ഞ് പോകാനൊരു സാധ്യത ഉണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ പോട്ടി മിക്സ് ആയിട്ട് മണ്ണും മണലും മിക്സ് ചെയ്ത് പൊട്ടി മിക്സ് എടുക്കുക. കുറച്ച് ചാണകപ്പൊടി മാത്രം മതി, അല്ലാതെ വേറെ വളങ്ങളൊന്നും ആവശ്യമില്ല. അപ്പം അങ്ങനെ ചെയ്താൽ മതി. അങ്ങനെ പ്ലാന്റ് വെക്കുക. പിന്നെ ഒരു 6 മാസം കഴിഞ്ഞിട്ട് നിങ്ങൾ കുറച്ചൊരു ചാണകപ്പൊടിയോ കമ്പോസ്റ്റോ ഇട്ട് കൊടുത്താൽ മതി, അല്ലാതെ സ്ഥിരമായിട്ട് കെയർ ചെയ്യേണ്ട ഒരു പ്ലാന്റ് ഒന്നല്ല ഇത്. പിന്നെ നിങ്ങൾ നോക്കേണ്ടത് ഡയറക്റ്റ് സൺലൈറ്റ്, ഒരു ഷെയ്ഡ് മതി, അല്ലെങ്കിൽ ഒരു മാവിൻ്റെയൊക്കെ ഉള്ളിലൂടെ വരുന്ന വെളിച്ചല്ലേ അങ്ങനെ, അല്ലെങ്കിൽ ഒരു ഷെയ്ഡുള്ള ഭാഗത്ത് വീട്ടിലധികം വെയിൽ വരാത്തൊരു സ്ഥലത്ത് സെറ്റ് ചെയ്യുക അങ്ങനെ. പിന്നെ വെള്ളത്തിൻ്റെ കാര്യം, ഒരു നനവ് നിങ്ങൾക്ക് വേണമെങ്കിൽ പോട്ടി മിക്സിൽ ചകിരിച്ചോറൊക്കെ ഇടുക കേട്ടോ, പക്ഷെ അതൊന്നും ഈ പ്ലാന്റിന് ആവശ്യമില്ല. അതാണ് ഞാനത് പറയാതിരുന്നത്. 2-3 ദിവസം കൂടുമ്പോൾ മാത്രം വെള്ളം കൊടുക്കേണ്ട ഒരു ആവശ്യമേ വരുന്നുള്ളൂ. അപ്പോൾ അത് അങ്ങനെ ചെയ്താൽ മതി. അപ്പോൾ ഇങ്ങനെ പോട്ടൊന്ന് നോക്കുക, അതിൻ്റെ ചട്ടിയിലെ മണ്ണിൽ നനവ് ഉണ്ടെങ്കിൽ വെള്ളം നനയ്ക്കേണ്ട. ഇനി വല്ലാതെ ഡ്രൈ ആയി പോകരുത്. ഡ്രൈ ആയി കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ലീഫിനൊക്കെ ഒരു മഞ്ഞളിപ്പ് വന്ന് പെട്ടെന്ന് ചെടി നശിച്ചു പോകും. അപ്പം നിങ്ങൾ വെള്ളം അതിനനുസരിച്ച് കൊടുക്കുക. പിന്നെ ഇതിന് ഫെർട്ടിലൈസർ എന്ന് പറഞ്ഞ സംഭവം കൊടുക്കുകയേ വേണ്ട, ഒരു ഫെർട്ടിലൈസർ ആവശ്യമേ ഇല്ല. എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ലീഫിനൊന്നും ഒരു പ്രശ്നവും ഒരിക്കലും വരാറില്ല. എനിക്ക് തോന്നുന്നു ഈ ബാമ്പു വിഭാഗത്തിൽപ്പെട്ട പ്ലാന്റ് ആയതുകൊണ്ടായിരിക്കും ഇതിലൊരു പുഴു അരിക്കുകയോ അല്ലെങ്കിൽ ഇല അങ്ങനെ നശിച്ചു പോകുന്ന ഒന്നുമില്ല. സൺലൈറ്റിൻ്റെ പ്രശ്നം കൊണ്ട് ഇല മഞ്ഞളിപ്പാവുന്നല്ലാതെ ഇതിന് വേറെ ഒരു പ്രശ്നവും ഞാൻ കണ്ടിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾ ഫെർട്ടിലൈസർ എന്ന് പറഞ്ഞ സംഭവം ഇതിന് കൊടുക്കുകയേ വേണ്ട. ഒരു 6 മാസം കൂടുമ്പോൾ നിങ്ങൾ ഈ വളം ഒന്നുകൂടി ചെയ്ത് കൊടുക്കുക മാത്രം ചെയ്താൽ മതി. പിന്നെ നനയുടെ കാര്യം ഒന്ന് നോക്കിയാൽ മതി. പിന്നെ അകത്തൊക്കെ പോട്ടിലൊക്കെ വെക്കുകയാണെങ്കിൽ അതിൻ്റെ വെള്ളം ഒരു മാസത്തിൽ ഒരു 3 ആഴ്ചയോ 2 ആഴ്ചയൊക്കെ കൂടുമ്പോൾ മാറ്റി കൊടുക്കുക. തീരെ മാറ്റാൻ പറ്റാത്തവരാണെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു മാസം മാക്സിമം, അതിൽ കൂടുതൽ വെള്ളത്തിൽ വെക്കരുത് കേട്ടോ. അത് കഴിഞ്ഞ് ആ വെള്ളം മാറ്റുമ്പോൾ അതിൻ്റെ വേരും ആ കുപ്പിയൊക്കെ നന്നായിട്ട് കഴുകിയിട്ട് പിന്നെ അത് സെറ്റ് ചെയ്യുക. നല്ലൊരു പ്ലാന്റാണ് കേട്ടോ, എല്ലാവർക്കും ഇഷ്ടമുള്ള നല്ലൊരു ഭംഗിയുള്ളൊരു പ്ലാന്റാണ്. നല്ല പോസിറ്റിവിറ്റി തരുന്ന, നെഗറ്റിവിറ്റീനെ ഒഴിവാക്കുന്ന ഒരു പ്ലാന്റാണ്. ധനം ആകർഷിക്കാനുള്ള പ്രത്യേക കഴിവുണ്ട്. പിന്നെ നമ്മളെ വീട്ടിലേക്ക് എയർ പ്യൂരിഫിക്കേഷൻ നടക്കും. അപ്പം നമ്മുടെ വീട്ടിലുള്ള വേണ്ടാത്ത എല്ലാ എനർജിയും പോയിട്ട് നല്ലൊരു എനർജി വരും. നല്ല എനർജി നമുക്ക് വന്നാൽ എന്താ മെച്ചം, നമ്മുടെ മൊത്തത്തിൽ നമുക്കൊരു പോസിറ്റിവിറ്റി ഉണ്ടാവും. നമ്മൾ നല്ലൊരു ഹെൽത്തും ഒക്കെ ആയിരിക്കും. നമ്മളെ എനർജിയിലാണല്ലോ നമ്മുടെ ഒരു നിലനിൽപ്പ് തന്നെ നിൽക്കുന്നത്. അപ്പം നല്ല എനർജിയാണ് നമുക്ക് ഉണ്ടെങ്കിൽ നമ്മൾ ഓഫീസിലൊക്കെ ചെന്നാൽ നമ്മൾ ഫുൾ എനർജറ്റിക് ആയിരിക്കും. നമ്മൾ വർക്കിലൊക്കെ ഫുൾ കോൺസെൻട്രേറ്റ് ചെയ്ത് മൊത്തത്തിൽ നമ്മൾ ഹാപ്പി ആയിരിക്കും. അപ്പോൾ എനർജി ലെവൽ ഹൈ ആക്കാനുള്ള ഒരു നല്ല അടിപൊളി പ്ലാന്റാണ് കേട്ടോ ഇത്. അപ്പം നിങ്ങളിത് വാങ്ങി വെക്കണം. എന്തായാലും ഞാൻ സജസ്റ്റ് ചെയ്യാണ്. ഈ 2025 ലക്കുകൾ കൊണ്ട് നിങ്ങൾ നിറയട്ടെ. നിങ്ങൾക്ക് സാമ്പത്തികമായും എല്ലാ തരത്തിലുള്ള അഭിവൃദ്ധി വരട്ടെ കേട്ടോ. അങ്ങനെയാണെങ്കിൽ എനിക്ക് സന്തോഷമാണ്. കാരണം ഈ 1-ാം തീയതി ഞാൻ തന്ന മെസ്സേജ് കാരണം നിങ്ങളിലൊരു മാറ്റം വരികയാണെങ്കിൽ ഈ ലോകത്തെ ഏറ്റവും സന്തോഷം എനിക്കല്ലേ. കാരണം ഇത് പുതിയ വർഷമാണ്. അപ്പം നിങ്ങൾക്ക് ഒരുപാട് സ്വപ്നങ്ങളുണ്ടാവും. അപ്പോൾ അതൊക്കെ സഫലമാവട്ടെ. പിന്നെ നിങ്ങൾ വിജയിക്കാൻ വിചാരിച്ചിട്ട് ഏതെങ്കിലും ഒരു ലക്ഷ്യത്തിൻ്റെ മുന്നിലൂടെ ഓടുന്നുണ്ടാവും. ആ ലക്ഷ്യം നടക്കട്ടെ. പിന്നെ നിങ്ങളെ പോരായ്മകളൊക്കെ ആരെങ്കിലും എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അത് അതിജീവിക്കണം കേട്ടോ. എന്താ വെച്ചാൽ ആത്മവിശ്വാസമാണ് ഈ ലോകത്തെ ഏറ്റവും വലിയ കാര്യം. നമുക്ക് ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ നമ്മളെ തളർത്താൻ ഒരാൾക്കും പറ്റില്ല. പിന്നെ നല്ല കോൺഫിഡൻസ് വേണം നമുക്ക് സെൽഫ് കോൺഫിഡൻസ് ആണ് വേണ്ടത്. കാരണം നമ്മളെന്താ എന്ന് പലർക്കും അറിയത്തില്ല. നമ്മളെ മുഴുവനായിട്ട് ആർക്കും മനസ്സിലാക്കാൻ പറ്റില്ല. കാഴ്ചയിൽ അവർ പലതും പറയും. പക്ഷേ നിങ്ങൾ ഈ കാഴ്ചയിൽ കാണുന്ന ഇത് വെച്ച് ആരെങ്കിലും നിങ്ങളെ ഇൻസൾട്ട് ചെയ്യുകയോ കളിയാക്കുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് പ്രതികരിക്കാൻ നിൽക്കുകയോ വിഷമിക്കുകയോ ചെയ്യേണ്ട. കാര്യം നിങ്ങളുടെ ഉള്ളിൽ എത്ര ഫയർ ഉണ്ടെന്നും നിങ്ങൾ എന്താണെന്നും നിങ്ങൾക്ക് മാത്രമേ അറിയുള്ളൂ. അപ്പം നിങ്ങളുടേതായ ഒരു ലോകം, നിങ്ങളുടേതായ ഒരു സ്വപ്നം സാക്ഷാത്കരിക്കാൻ വളരെ സ്പീഡിൽ പോയിക്കൊണ്ടേയിരിക്കുക. പിന്നെ നിങ്ങളുടെ സന്തോഷം നിങ്ങളുടെ കയ്യിലാണ്. നിങ്ങളുടെ സന്തോഷത്തിൻ്റെ താക്കോല് ലോകത്തൊരാൾക്കും മാറ്റാൻ പറ്റത്തില്ല. നിങ്ങൾ സന്തോഷിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനുള്ള വഴിയും കണ്ടെത്തണം. അപ്പം നിങ്ങൾക്കിഷ്ടമുള്ള എന്തെങ്കിലും
മൊബൈലിൽ കളിക്കുക, ടി വി കാണുക, പിന്നെ അങ്ങനെ വെറുതെ കുറേ സമയം നിങ്ങൾ പോക്കുന്നുണ്ടെങ്കിൽ അത് ഈ 2026 നിങ്ങൾ ഉപേക്ഷിക്കുക. കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്കായിട്ട് എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ കിട്ടുന്ന ഹാപ്പിനെസ് വേറെ ലെവലാണ്. നിങ്ങൾ ചിലപ്പോൾ ചടഞ്ഞുകൂടിയായിരിക്കും ഇപ്പം നിൽക്കുന്നത്. ആ അവസ്ഥ മാറ്റണം. നിങ്ങൾക്ക് വേണ്ടി, നിങ്ങളെ സന്തോഷത്തിന് വേണ്ടി ചെയ്യാനുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ ലോകത്തുണ്ട്. അപ്പം നിങ്ങൾക്ക് പുറത്തിറങ്ങാൻ പറ്റുന്നില്ല, നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് സന്തോഷം കണ്ടെത്താം. നിങ്ങൾക്ക് മുൻപേ ഒരുപാട് കഴിവുകളും ഉണ്ടായിട്ടുണ്ടാവും. ചിലപ്പോൾ നിങ്ങൾ വരയ്ക്കുന്ന ആളായിരിക്കും, പാടുന്ന ആളായിരിക്കും, അല്ലെങ്കിൽ ഡാൻസ് ചെയ്യുന്ന ആളായിരിക്കും, അല്ലെങ്കിൽ വായിക്കുന്ന ആളായിരിക്കും. ഇതിലേതെങ്കിലും ഒരു ഹോബി നിങ്ങൾക്കില്ലാത്ത ഒരാളും ഉണ്ടാവില്ല. ആ ഇഷ്ടങ്ങൾ നിങ്ങൾ പൊടി തട്ടിയെടുക്കണം. ഈ 2026 വർഷം നിങ്ങൾക്കുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഞാനെന്ന വ്യക്തി, നിങ്ങളെല്ലാവരും കാണുന്ന ആളല്ല ഞാൻ എന്ന് നിങ്ങൾക്ക് കാണിച്ചു കൊടുക്കാനുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക. നിങ്ങളുടെ ലോകം, നിങ്ങളുടെ സന്തോഷം എല്ലാം നിങ്ങളുടെ കയ്യിലുള്ളത്. പുറത്തൊരാൾക്കും നിങ്ങൾക്ക് സന്തോഷം കൊണ്ടുതരാൻ പറ്റില്ല. ഒരാൾ പരിഗണിക്കുന്നില്ല, അവരെന്നെ മനസ്സിലാക്കുന്നില്ല എന്നുള്ള കംപ്ലൈൻറ്റ് നിങ്ങൾ നിർത്തുക. നിങ്ങൾക്ക് എന്താണോ വേണ്ടത്, നിങ്ങളുടെ മനസ്സിലെന്താ ഓടുന്നത്, നിങ്ങളുടെ ആഗ്രഹം എന്താ, ഇതൊക്കെ അറിയുന്ന ഒരേ ഒരാൾ നിങ്ങൾ മാത്രമാണ്. അപ്പം അതിനു വേണ്ടി നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ കാര്യങ്ങൾ മറ്റുള്ളവരോട് പറയാനാണെങ്കിൽ നിങ്ങൾ പറയണം, നിങ്ങൾക്ക് ചെയ്യാനാണെങ്കിൽ നിങ്ങൾ ചെയ്യണം. നിങ്ങൾക്കൊരു സ്ഥലത്ത് പോകാനാണ് ആഗ്രഹമെങ്കിൽ നിങ്ങൾ അതിനുള്ള മാർഗങ്ങൾ ഒരുപാടുണ്ട്. അപ്പം നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഈ 2026 സാക്ഷാത്കരിക്കപ്പെടട്ടെ. ഈ ഒരു ദിവസം മാത്രമല്ല, ഇനി വരാനുള്ള നിങ്ങളുടെ എല്ലാ ദിവസങ്ങളും വളരെ സന്തോഷവും സമാധാനം നിറഞ്ഞതാവട്ടെ. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും. പിന്നെ ലക്കി പ്ലാന്റ് വീട്ടിൽ വാങ്ങി വെക്കേണ്ട കാര്യം ഒന്ന് ആലോചിച്ചോളൂ കേട്ടോ. നിങ്ങളെ വീട്ടിലേക്ക് ലക്കി ഇതാ വരുന്നു. 2026 ആകുമ്പോഴത്തേക്ക് ഒരുപാട് ലക്കുകൾ നിങ്ങളെ വീട്ടിൽ വന്നെന്നറിയും. അപ്പം അത് വാങ്ങിക്കാൻ നോക്കുക, ശ്രമിക്കുക. പിന്നെ എന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരാം. എല്ലാ നന്മകളും നേരുന്നു. ബൈ ബൈ.